Okay, students. So, ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയലക്ട്രിക്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഡയലക്ട്രിക്സ്? നമ്മൾ ബേസിക്കലി മെറ്റീരിയൽസിനെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അതിലൊരു ക്ലാസിഫിക്കേഷൻ ആണ് മെറ്റൽസ് അഥവാ കണ്ടക്ടർ എന്ന് വിളിക്കുന്നു, പിന്നെ ഇൻസുലേറ്റർ എന്ന് വിളിക്കുന്നു, പിന്നെ സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നു. മെറ്റീരിയൽസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ അതിൽ ഈ ഇൻസുലേറ്റർ എന്ന് പറയുന്ന കാറ്റഗറി അതിനെ തന്നെയാണ് ഈ ഡയലക്ട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഡയലക്ട്രിക്സ് ആർ ബേസിക്കലി ഇലക്ട്രിക് ഇൻസുലേറ്റേഴ്സ്. വാട്ട് ആർ ആക്ച്വലി ഇൻസുലേറ്റർ? എന്തുകൊണ്ടാണ് ഇത് ഇൻസുലേറ്റർ ആയിട്ട് മാറുന്നത്? ഓൾ ഇലക്ട്രോൺസ് ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ദ ന്യൂക്ലിയസ്. അപ്പൊ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിന് തന്നെയാണ് നമ്മൾ ഡയലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഡയലക്ട്രിക്സിന്റെ ചില പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. So basically, dielectrics are classified into two. Dielectrics ne രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. First one is polar and the second one is non-polar. Okay, but dielectrics materials are classified into two: polar materials and non-polar materials. എന്താണ് പോളാർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പോളാർ ഡയലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഒരു പൊളാരിറ്റി ഉണ്ടായിരിക്കും അഥവാ ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. യു മൈറ്റ് ലേൺഡ് അബൌട്ട് ഡൈപോൾ മൊമെന്റ് എർലിയർ അല്ലെ? ഡൈപോൾ മൊമെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ സം ഡിസ്റ്റൻസ്. ഇതിനെയാണ് നമ്മൾ ഒരു ഡൈപോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡൈപോൾ, ആ ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? പി ഡൈപോൾ മൊമെന്റ് പി ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതിന്റെ ഡിസ്റ്റൻസ് 2a കൊടുത്തു കഴിഞ്ഞാൽ this is the dipole moment and P is equal to Q into 2a. അപ്പോൾ ഈ ഡയലക്ട്രിക് മെറ്റീരിയൽസിനും ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാകാം. അതായത് പൊളാരിറ്റി ഉണ്ടാകാം, ഡൈപോൾ മൊമെന്റ് ഉണ്ടാകാം. അങ്ങനെ ഉള്ളതിനെയാണ് പോളാർ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അല്ലാത്തതിനെ എന്താണ് വിളിക്കുക? നോൺ പോളാർ മെറ്റീരിയൽസ് അഥവാ നോൺ പോളാർ ഡയലക്ട്രിക്സ് എന്ന് വിളിക്കുന്നു. ഈ നോൺ പോളാർ ഡയലക്ട്രിക് എന്ന് പറഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് ചാർജുകളുടെ സെന്ററും നെഗറ്റീവ് ചാർജുകളുടെ സെന്ററും ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കും. അഥവാ അവർ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കില്ല. സോ ഇഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് സെന്റേഴ്സ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ദ സെയിം പോയിന്റ്, such molecules are known as non-polar molecules. ഡിസ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കില്ല. അത് തന്നെയാണ് ആ പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് ഓക്സിജൻ, അതുപോലെ നൈട്രജൻ. ഇതിനെല്ലാം തന്നെ പോസിറ്റീവ് ചാർജ് മോളിക്യൂൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് സെന്ററും നെഗറ്റീവ് ചാർജ് സെന്ററും ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഹൈഡ്രജൻ എടുക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം, CCl4 എടുക്കാം. ഇതെല്ലാം തന്നെ നോൺ പോളാർ എന്ന കാറ്റഗറിയിൽ വരുന്ന ചില എക്സാമ്പിൾസ് ആണ്. CO2, അതുപോലെ CCl4 കാർബൺ ടെട്രാക്ലോറൈഡ്, അതുപോലെ തന്നെ CH4, ഈ ഇത്തരം മെറ്റീരിയൽസ്, മീഥൈൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ്, മീഥൈൻ, ഇതെല്ലാം നോൺ പോളാർ മെറ്റീരിയൽസിന് ചില എക്സാമ്പിൾസ് ആണ്. എന്താണ് നോൺ പോളാർ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ? സോ they are materials in which the positive and negative charge centers are at the same point, so that there is no dipole moment of this molecule. പക്ഷെ പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളാർ മോളിക്യൂൾസ് ആർ മെറ്റീരിയൽസ് in which the positive and negative charge centers are at some distance. അവരുടെ പോസിറ്റീവ് ചാർജ് സെന്ററും നെഗറ്റീവ് ചാർജ് സെന്ററും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് സ്വന്തമായി ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ പോളാർ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് വിളിക്കാം. HCl എടുത്തു കഴിഞ്ഞാൽ H and Cl,
എച്ചിന് നമുക്കറിയാം പ്ലസ് പോസിറ്റീവ് അയോൺ ആണ്, Cl മൈനസ് അയോൺ ആണ്. ഇവിടെ പോസിറ്റീവും നെഗറ്റീവും ഒരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഡൈപോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ടു ചാർജസ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ള ചാർജസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മോളിക്യൂൾസിനെ നമ്മൾ പോളാർ മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. സോ പോളാർ മോളിക്യൂൾസിന്റെ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ പോസിറ്റീവ് ചാർജ് സെന്ററും നെഗറ്റീവ് ചാർജ് സെന്ററും സെപ്പറേറ്റഡ് ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ ആണ് കാർബൺ മോണോക്സൈഡ് എടുക്കുക. കാർബൺ മോണോക്സൈഡ് ഇതിന്റെ എക്സാമ്പിൾ ആണ്. കാർബൺ മോണോക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ മൈനസ് ആണ്, കാർബൺ പ്ലസ് ആണ്. സോ ദേ ആർ സെപ്പറേറ്റഡ്. ഇതുപോലെ തന്നെ മറ്റൊരാളാണ് വാട്ടർ. വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും ആണ് അതിനകത്തുള്ളത്. സോ വി നോ ദാറ്റ് ഹൈഡ്രജൻ പോസിറ്റീവ് അയോൺ ആണ്, ഓക്സിജൻ നെഗറ്റീവ് അയോൺ ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജിന്റെ എഫക്റ്റീവ് സെന്റർ എന്ന് പറയുന്നത് ഇവിടെയാണ്, നെഗറ്റീവ് ചാർജിന്റെ എഫക്റ്റീവ് സെന്റർ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഇതും ഒരു ഡൈപോൾ ടൈപ്പ് ആയിട്ടുള്ള ഡയലക്ട്രിക് ആണ്. അപ്പൊ we learned about the basic classification of dielectrics. Dielectrics polar dielectric എന്നും non polar dielectric എന്നും classify ചെയ്തിരിക്കുന്നു. That is what we learned in this slide. The next we need to learn about electric polarization of matter. ഒരു മെറ്റീരിയൽ, ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. ദ ബിഹേവിയർ ഓഫ് എ ഡയലക്ട്രിക് ഇൻ ദ പ്രസൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമുക്ക് ഒരു ഡയലക്ട്രിക് നോക്കാം. സോ ദിസ് ഈസ് എ ഡയലക്ട്രിക്. ഡയലക്ട്രിക് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഡയലക്ട്രിക് നമുക്ക് നോക്കേണ്ടി വരും. ആദ്യം തന്നെ നോൺ പോളാർ ടൈപ്പ് ആയിട്ടുള്ള ഡയലക്ട്രിക്. നോൺ പോളാർ ഡയലക്ട്രിക് എന്ന് പറയുമ്പോൾ അവരുടെ പോസിറ്റീവ് ചാർജ് സെന്ററും നെഗറ്റീവ് ചാർജ് സെന്ററും ഒരേ പോയിന്റിലായിരിക്കും. ഇതാണ് ഈ കാണിച്ചത്. ഇതൊരു നോൺ പോളാർ, പൊളാരിറ്റി ഇല്ല അതിന്, നോൺ പോളാർ ടൈപ്പ് ആയിട്ടുള്ള ഡയലക്ട്രിക് ആണ്. ഓക്കെ, ഈ നോൺ പോളാർ ഡയലക്ട്രിക് പക്ഷെ ഇത് എപ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത സമയത്താണ്. അതായത് ഈ എക്സ്റ്റേണൽ ഈക്വൽ ടു 0, പുറത്തുനിന്നൊരു ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ പുറത്തുനിന്നൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ല, എന്നാൽ അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഡൈപോൾ മൊമെന്റ് ഒന്നും ഇല്ല. എന്നാൽ when we apply an external field, ഒരു എക്സ്റ്റേണൽ ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. that is E external not equal to 0. ആ ടൈമിൽ എന്താണ് സംഭവിക്കുക? അപ്പൊ ഒരു ഇലക്ട്രിക് ഫീൽഡ് പുറത്തു നിന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തേക്കാണ്. ഇതാണ് ഈ എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് കാരണം ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ്. അപ്പൊ ഇവിടെ എവിടെയോ ഉള്ള ഒരു പോസിറ്റീവ് ചാർജ് കാരണമാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇതിനകത്തുള്ള ഡയലക്ട്രിക് മെറ്റീരിയലിനകത്തുള്ള മോളിക്യൂൾസ് അതിനെന്ത് സംഭവിക്കും? They will undergo a stretching. നെഗറ്റീവുകൾ ഒരു സൈഡിലും പോസിറ്റീവുകൾ മറ്റൊരു സൈഡിലേക്കുമായി സ്ട്രെച്ച് ചെയ്യപ്പെടും. ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഇവിടെ അതുപോലെ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. നെക്സ്റ്റ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഇവിടെ എന്താണ് പ്രോസസ് നടന്നത്? സ്ട്രെച്ചിങ്. അത്രയും നേരം ഡൈപോൾ ആയിരുന്നില്ല, പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ നെഗറ്റീവ് ചാർജസും പോസിറ്റീവ് ചാർജസിലും ഫോഴ്സ് അനുഭവപ്പെട്ടു. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവർ സ്ട്രെച്ച് ചെയ്യപ്പെട്ടു. അപ്പൊ ഈ രീതിയിലായിട്ട് മാറി. അപ്പൊ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഇന്റർമീഡിയറ്റ് പൊസിഷനിലുള്ള പോസിറ്റീവുകള് തൊട്ടടുത്ത് തന്നെയുള്ള നെഗറ്റീവുമായിട്ട് ക്യാൻസൽ ആയി പോവുകയും ടോട്ടൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു എഡ്ജിലെ നെഗറ്റീവ് ചാർജുകളും മറ്റൊരു എഡ്ജിലെ പോസിറ്റീവ് ചാർജ് ആ രീതിയിൽ മാത്രം വരും. So you can see here, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടു, ഇവിടെ ഒരു സൈഡിൽ മുഴുവൻ എന്താണുള്ളത്? ഒരു സൈഡിൽ മുഴുവൻ നെഗറ്റീവ് ചാർജുകളും മറ്റൊരു സൈഡിൽ മുഴുവൻ എന്താ പോസിറ്റീവ് ചാർജ്. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവും ചാർജ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയലക്ട്രിക് ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഇത് നോൺ പോളാറിന്റെ കേസാണ്. ഇപ്പൊ നമ്മൾ നോൺ പോളാർ. ഓക്കെ, നോൺ പോളാറിന്റെ കേസിൽ ഇനി പോളാർ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ കാര്യം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത ടൈമില് അതിനെങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും അത് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്തപ്പോൾ
അവർക്ക് ഓൾറെഡി ഡൈപോൾ മൊമെന്റ് ഉണ്ട്, കാരണം അതിന് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും വേണ്ട, മറ്റേ ആളെ പോലെ അല്ല. അത് ഓൾറെഡി ഡൈപോൾ മൊമെന്റ് ഉള്ള മെറ്റീരിയൽ ആണ്. പക്ഷേ ദേ വിൽ ബി ഇൻ റാൻഡം ഓറിയന്റേഷൻ. റാൻഡം ഓറിയന്റേഷൻ ആയതുകൊണ്ട് അവർക്ക് മൊത്തമായിട്ട് ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കില്ല. So because of the random motion, there is no dipole moment in the absence of external field. അപ്പൊ ഈ എക്സ്റ്റേണൽ സീറോ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നെറ്റ് ഡൈപോൾ മൊമെന്റ് സീറോ ആണ്. എന്നാൽ when you apply an external field, ഒരു external field അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ റാൻഡം ആയിട്ട് ഓറിയന്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡൈപോളുകളും എന്ത് ചെയ്യപ്പെടും? they will reorient. അവര് റീഓറിയന്റ് ചെയ്യും. റീഓറിയന്റ് ചെയ്തിട്ട്, അതായത് നമ്മളിവിടെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും ഒരേപോലെ ഓറിയന്റ് ചെയ്യപ്പെടും. കണ്ടോ, നേരത്തെ നമ്മൾ വരച്ച അതേപോലെ തന്നെ ആയിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഈ ഒരു വേയിൽ അത് അറേഞ്ച് ചെയ്യപ്പെടും. ഇവിടെയും നമുക്കറിയാം അകത്തുള്ള മോളിക്യൂൾസ് എല്ലാം എന്ത് സംഭവിക്കും? പോസിറ്റീവ് അകത്തുള്ള പോസിറ്റീവ് ചാർജ് തൊട്ടടുത്തുള്ള നെഗറ്റീവ് ചാർജുമായിട്ട് നള്ളിഫൈ ചെയ്തു പോകും. അങ്ങനെ ഒരു എഡ്ജിൽ കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജും മറ്റേ എഡ്ജിൽ കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജുമായിട്ട് പോകും. പക്ഷെ ഇവിടെ നടന്ന പ്രോസസ് എന്ന് പറയുന്നത് റീഓറിയന്റേഷൻ എന്നൊരു പ്രോസസ് ആണ്. അപ്പോൾ നോൺ പോളാർ ആയിക്കോട്ടെ പോളാർ ആയിക്കോട്ടെ, എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചാൽ ഒന്നുകിൽ സ്ട്രെച്ചിങ് നടന്നിട്ട് അല്ലെങ്കിൽ റീഓറിയന്റേഷൻ നടന്നിട്ട് അത് പോളാർ മെറ്റീരിയൽ ആയിട്ട് മാറും. അപ്പോൾ വാട്ട് എവർ ദ ടൈപ്പ് ഓഫ് ഡൈഇലക്ട്രിക്, വെദർ ഇറ്റ് ഈസ് പോളാർ ഓർ ഡൈഇലക്ട്രിക്, ആഫ്റ്റർ അപ്ലൈയിങ് ദ എക്സ്റ്റേണൽ ഫീൽഡ്, നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു സൈഡിൽ നെഗറ്റീവും മറ്റൊരു സൈഡിലെ പോസിറ്റീവ്, ഈ രീതിയിൽ അത് അറേഞ്ച് ചെയ്യപ്പെടുകയും അതിനകത്ത് ഒരു പുതിയ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ പേരാണ് ഇൻഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനില് പ്ലസ് ഈ ഇൻഡ്യൂസ്ഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനില്. പക്ഷെ അതൊരിക്കലും ക്യാൻസൽ ആയി പോവില്ല, കാരണം എക്സ്റ്റേണൽ ഫീൽഡിന്റെ അത്രയും ഉണ്ടായിരിക്കില്ല ഇൻഡ്യൂസ്ഡ് ഫീൽഡ്. ഇൻഡ്യൂസ്ഡ് ഫീൽഡ് വിൽ ബി ലെസർ ദാൻ ദ എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പൊ ഇതാണ് ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ സംഭവിക്കുന്നത്. ഇതിന് പോളറൈസേഷൻ കിട്ടിയിരിക്കുന്നു. The material got polarized. അത് പോളറൈസ്ഡ് ആയിട്ട് മാറി, പോസിറ്റീവ് നെഗറ്റീവ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. So this phenomenon of production of a net electric dipole moment in a dielectric in the direction of applied electric field. അപ്പൊ ഇവിടെ നോക്കിയാലും ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് ഫീൽഡ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഇവിടെ ഡൈപോൾ മൊമെന്റ്, പുതിയതായിട്ടുണ്ടായ ഡൈപോൾ മൊമെന്റ്, നിങ്ങൾക്ക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് പോസിറ്റീവിലേക്കാണ് കേട്ടോ. You can see this is the direction of dipole moment P. ഈ ഡൈപോൾ മൊമെന്റിന് അതിന്റെ ഡയറക്ഷൻ നോക്കൂ, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുക. ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഓപ്പോസിറ്റ് ആണ്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അതാണ് അവിടെ വരച്ച് കാണിച്ചിട്ടുള്ളത്. സോ വാട്ട് ഈസ് ആക്ച്വലി ഡയലക്ട്രിക് പോളറൈസേഷൻ? ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിനെ പോളറൈസ്ഡ് ആക്കി മാറ്റുന്ന പ്രോസസ്. സോ ദ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ് is known as dielectric polarization or electric polarization of matter എന്നാണ് ഇത് അറിയപ്പെടുന്നത്. Okay. The next term that we need to learn is permittivity. Electric permittivity. It is the ability of a material to allow electric field to pass through that. Electric field നെ മെറ്റീരിയലിനകത്തൂടെ കടത്തിവിടുന്നതിനുള്ള കഴിവിനെയാണ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. പെർമിറ്റിവിറ്റി സൂചിപ്പിക്കുന്ന എപ്സിലോൺ എന്ന ഒരു സിമ്പിൾ ആണ്. എപ്സിലോൺ ഇങ്ങനെ എഴുതാറുണ്ട്, ഞാൻ ചിലപ്പോൾ ഈ രീതിയിൽ എഴുതാറുണ്ട്, എപ്സിലോൺ എന്ന് എഴുതാറുണ്ട്. അപ്പൊ എപ്സിലോൺ, അതുപോലെ എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ അത് പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം ആണ്, അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇവരുടെ റേഷ്യോ ദാറ്റ് ഈസ് എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ. ഇതിനെ എപ്സിലോൺ ആർ അഥവാ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ചില ബുക്കുകളിൽ അത് കെ എന്നും കൊടുക്കാറുണ്ട്. സോ ദിസ് ഈസ് ആക്ച്വലി കോൾഡ് റിലേറ്റീവ് permittivity. What is that? It is a ratio of permittivity of a medium to permittivity of vacuum. The permittivity of vacuum in the value 8.854 10 raised to minus 12 ആണ്. Coulomb square divided by Newton meters. Okay. So epsilon 0 is 8.854 10 raised to minus 12 Coulomb square Newton meter square ആണ്. Epsilon by epsilon, so the ratio of permittivity of a medium to permittivity of vacuum, that is called relative permittivity. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് dielectric constant.
Dielectric constant, like relative permittivity of a material is actually a macroscopic quantity that measure how effective an electric field is in polarizing a material. ഒരു മെറ്റീരിയലിനെ എത്രമാത്രം ആ ഇലക്ട്രിക് ഫീൽഡിനെ പോളറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അറിവ് നമുക്ക് ഈ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അറിയുന്നതിലൂടെ കിട്ടും. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് പല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ചില കേസുകളിൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ അതിനെ റേഷ്യോ ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ in that medium to the capacitance of the same capacitor in vacuum അങ്ങനെ ചെയ്യാറുണ്ട്. epsilon 0 is equal to c by epsilon r equal to c by epsilon 0 എന്ന് കൊടുക്കാറുണ്ട്. ഇതെന്താണ്? It is defined, it is one type of definition. Actual definition for dielectric constant is the ratio of permittivity of medium to permittivity of vacuum. ഈ കപ്പാസിറ്റൻസിന്റെ ടേമിലാണ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാൻ പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് ദ മീഡിയം ബിറ്റ്വീൻ ദം ടു the capacitance of the same parallel plate capacitor with vacuum between them, vacuum between the plates. The next is dielectric displacement vector. It is actually the number of electric field lines received per unit area. ഒരു യൂണിറ്റ് ഏരിയയിൽ റിസീവ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം, the number of electric field lines received per unit area is known as dielectric displacement vector. D is the symbol used to represent this. D is equal to Q divided by 4 pi r square. But we already know that electric field is equal to 1 divided by 4 pi epsilon 0 Q divided by r square. So cross multiplying with this epsilon 0, you get epsilon 0 times E is equal to Q divided by 4 pi r square. This is the dielectric displacement vector. So we can write dielectric displacement vector D equal to epsilon 0 E. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഡയലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ യൂണിറ്റ്? ദാറ്റ് വിൽ ബി എപ്സിലോൺ സീറോയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു, കുളും സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളും. So one of the coulomb cancel and Newton cancel, so you will get it as coulomb per meter square. Okay. The next topic to learn is Gauss law in dielectrics. We already learned about Gauss law. What is that? It states that the electric flux means the number of field lines passing through an area. So the total electric flux through any closed surface is equal to 1 by epsilon 0 times net charge enclosed by the surface. So net flux in expression ആണ് flux phi E എന്ന് കൊടുക്കാം, electric flux ആണ്. ഇത് കണ്ടുപിടിക്കുന്നതിന് we know that it is equal to integral E dot dA. E is electric field and dA is the area. The net electric flux through a closed surface is equal to 1 by epsilon 0 times the charge enclosed. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് എളുപ്പമുള്ള ഒരു വഴിയാണ് ഗോസ് ലോ പറയുന്നത്. That is 1 by epsilon 0 times charge enclosed. This is the Gauss law. ഇനി ഇതേ ഗോസ് ലോ തന്നെ ഡയലക്ട്രിക് മീഡിയത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇതിപ്പോ വാക്യൂത്തിലാണ്. അതിനു പകരം ഒരു ഡയലക്ട്രിക് മീഡിയത്തിലാണെങ്കിൽ ഈ ലോ ഏത് ഫോമിലായിരിക്കും എക്സ്പ്രസ് ചെയ്യേണ്ടി വരിക? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് രണ്ട് കപ്പാസിറ്ററുകൾ കണക്കിലെടുക്കാം. സോ വി കൺസിഡർ ടു കപ്പാസിറ്റേഴ്സ്. One is a capacitor with a vacuum between them and another one is a capacitor with a dielectric between them. അപ്പൊ ഇതിനിടയിലുള്ളത് വാക്യൂം ആണ്, ഒന്നുമില്ല, അതായത് ഫ്രീ സ്പേസ്. So capacitor is connected to battery. അപ്പൊ അതിന്റെ one side one plate become positive and the other plate become negative. There will be an electric field from positive to negative. ഇതാണ് നമ്മുടെ ഈ ഇലക്ട്രിക് ഫീൽഡ് E. ഇവിടെയുള്ള ചാർജ് ആണ് Q, ഇവിടെയുള്ള ചാർജ് ആണ് മൈനസ് Q. So what will be the expression for, in this case, what will be the expression for flux? അതായത് നമ്മൾ നേരത്തെ ഇത് എക്സ്പ്രഷൻ തന്നെ വരുള്ളൂ. ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? phi is equal to integral, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് E0 എന്ന് കൊടുക്കാം. So let it is called as E0. E0 into dA, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. That is equal to Q divided by epsilon 0. E0 കോൺസ്റ്റന്റ് ആണ്, എല്ലായിടത്തും ഒരുപോലെ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും, യൂണിഫോം ആണ്. E0 പുറത്തിരുന്നാൽ ഇന്റഗ്രൽ dA
Q by epsilon 0 എന്ന് വരും. പക്ഷെ ഇന്റഗ്രൽ ഡി എ ഫോർ ഇതൊരു പ്ലേറ്റ് ആണ്, പ്ലേറ്റിന്റെ ഏരിയ എ ആണെന്നുണ്ടെങ്കിൽ what we can write E0 into A equal to Q divided by epsilon 0. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ what will be E0? E0 is equal to Q divided by epsilon 0 into A. This is the expression of electric field between the plates of the capacitor when it is filled with vacuum or nothing is there in between. Let this be equation number 1. Ini, you consider another capacitor with same capacitor but with a dielectric between them. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പോസിറ്റീവ് നെഗറ്റീവ് ഓഫ് ദ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ബട്ട് there is a dielectric filled in between the place. ഇതിനിടയിലുള്ള സ്ഥലത്ത് ഒരു ഡയലക്ട്രിക് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ചാർജസ് ഉണ്ട്, പ്ലസ് ചാർജസ്. ഇവിടെ പ്ലസ് ചാർജ് ആണ്, അത് പ്ലസ് ക്യൂ ആണ്. അതുപോലെ ഇവിടെ മൈനസ് ചാർജുകളുണ്ടായി പ്ലേറ്റ്സിൽ. പക്ഷെ ഈ ഡയലക്ട്രിക് ഇതിനകത്ത് വരുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള ഇലക്ട്രിക് ഫീൽഡ് E0 ആയിരുന്നു. ബട്ട് there will be a dielectric polarization. നമ്മൾ നേരത്തെ അതിനെ കുറിച്ചാണ് പഠിച്ചത്. അതില് ഇവിടെ നെഗറ്റീവുകളാണ് വരിക ആൻഡ് ഇവിടെ പോസിറ്റീവുകളാണ് വരിക. So there will be another electric field. ഇതിനെ നമ്മൾ വിളിച്ച പേര് എന്തായിരുന്നു? E induced. ഓൾറെഡി അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അത് E external. E0 നേരത്തെ കൊടുത്തില്ല, അത് എക്സ്പ്രഷൻ. പക്ഷെ ഇവിടെ ഒരു E induced ഇലക്ട്രിക് ഫീൽഡ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും what will be the നെറ്റ് ഇതിൽ നമുക്ക് ഫ്ലക്സ് അപ്ലൈ ഗോസ് ലോ അപ്ലൈ ചെയ്യണം. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു എന്താണ് വരിക? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ക്യൂ. ചാർജ് എന്ന് പറയുന്നത് ഇവിടെ ക്യൂ ഉണ്ട്. ഇവിടെ ഈ ഡയലക്ട്രിക് പോളറൈസേഷൻ കാരണം ഒരു ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാവുകയാണ്, അതാണ് ക്യൂ ഡാഷ് എന്ന് പേരിട്ടിട്ടുള്ളത്. സോ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ആയിരിക്കും. Q minus Q dash by epsilon 0. ഇനി ഇതിനകത്തും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ ഡി എ, അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റഗ്രൽ ഡി എന്ന് പറയുന്ന ഏരിയ ഫുൾ ഏരിയ വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു Q minus Q dash divided by epsilon 0. This is our equation number 2. So we got an expression with vacuum and with the dielectric between them. ഇനി ഇതിനൊന്ന് നമുക്കൊന്നുകൂടി റീഅറേഞ്ച് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു ഏരിയ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ക്യൂ ഡിവൈഡ് ബൈ എ എപ്സിലോൺ 0 മൈനസ് ക്യൂ ഡാഷ് ഡിവൈഡ് ബൈ എ എപ്സിലോൺ 0. ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി ഇതിനകത്തുണ്ടാകുന്ന ഈ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. So the induced electric field is proportional to the applied electric. Applied electric field കൂടുന്നതനുസരിച്ച് induced electric field കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ applied electric field കുറയുന്നതനുസരിച്ച് induced electric field കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡയലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് the effect of dielectric is to reduce the original field inside that. അതിനുള്ള ഫീൽഡ് കുറയും. So we can write E0 divided by E induced is equal to V0 divided by V induced. Okay, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നതനുസരിച്ച് പൊട്ടൻഷ്യലും കുറയുന്നു. That is the expression given here. But we already know that what is the relation between E0 and E? E0 divided by epsilon R equal to E. E0 by ER നെയാണ് നമ്മൾ E എന്ന് വിളിക്കുന്നത്. E0 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് within vacuum. E is the electric field with the dielectric. And epsilon R നെ എന്താ വിളിക്കുക? Dielectric constant എന്നാണ് വിളിക്കുക. This is equation number 4. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ so we have the equation. അപ്പോൾ we can substitute equation number 4 in equation number 3. Equation number 4 എടുത്തിട്ട് 4 in 3 കൊടുത്തു നോക്കാം. 4 in 3 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പറ്റുക? അവിടെ E ഉണ്ട്. E എന്നതിന് പകരം E0 divided by epsilon R equal to Q divided by A epsilon 0 minus Q dash divided by A epsilon 0 എന്നാണ് വരിക. Okay. When we substitute this, so when we substitute 4 in 3, what we will get?
E0 by ER equal, അവിടെ E ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ, E equal to ഉണ്ടായിരുന്നു. അപ്പൊ Eക്ക് പകരം നമ്മൾ E0 by ER കൊടുത്തു. E0 by ER equal to Q by A epsilon 0 minus Q by Q dash by epsilon. Q by A epsilon 0 divided by Q dash by epsilon 0. പക്ഷെ ഓൾറെഡി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് നമുക്ക് എന്താണ് പറ്റുന്നത്, E0 equal to Q by A epsilon 0 എന്നാണ്. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്റ്റെഡ് ഓഫ് E0 Q divided by A epsilon 0 epsilon R equal to Q divided by A epsilon 0 minus Q dash divided by A epsilon 0 എന്ന് വരും. അപ്പൊ ഇതിൽ നമുക്ക് A epsilon 0 കോമൺ ഫാക്ടർ ആണ്. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ what you will get is A epsilon 0 cancel ആയിട്ട്. So you will get Q divided by epsilon R equal to Q minus Q dash. അപ്പോൾ Q minus Q dash എന്നുള്ളിടത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, Q by epsilon R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ഫ്ലക്സിന്റെ ഇക്വേഷൻ, ഡയലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ് എഴുതിയത്, ഇന്റഗ്രൽ E dot dA equal to Q minus Q dash divided by epsilon 0. അതായത് ഗോസ് ലോ ആണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ Q minus Q dash ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Q divided by epsilon R epsilon 0. So this is the form of, so integral, this is actually flux, right? Flux phi equal to integral E dot dA equal to Q by epsilon R epsilon 0. This is the form of Gauss in dielectric medium. വാക്യൂത്തിലാണെങ്കിൽ Q by epsilon 0 മാത്രമേ ഉണ്ടായിരുന്നു. In the dielectric, ആ dielectric constant കൂടി അവിടെ ആഡ് ചെയ്യുന്നുണ്ട്, I mean include ചെയ്യുന്നുണ്ട്. So the flux in a dielectric medium is equal to Q divided by epsilon 0 or 1 by epsilon 0 epsilon R times the charge enclosed. This is a form of Gauss law in case of dielectric. Next topic is electric polarization and electric susceptibility. എന്താണ് susceptibility, polarization and susceptibility എന്ന ക്വാണ്ടിറ്റി ഇവർ എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നോക്കാം. How much the material is susceptible to the external electric field, ഒരു ഇലക്ട്രിക് ഫീൽഡിന് എത്രമാത്രം സസെപ്റ്റിബിൾ ആണ്. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആ മീഡിയത്തിലൂടെ കടത്തിവിടും, ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടും. അങ്ങനെ കടത്തിവിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് എത്രമാത്രം അതിനകത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും, എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് സസെപ്റ്റിബിൾ ആണ് എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി എന്നൊരു ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവരെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? We already learned, we already derived an expression that എന്തായിരുന്നു അത്, E equal to Q by A epsilon 0 minus Q dash by A epsilon 0. ഇതിൽ E എന്നതിന് പകരം നമ്മൾ E0 divided by epsilon R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. That is Q by A epsilon 0 minus Q dash by A epsilon 0. ഇതിൽ ഇനി E0ക്ക് പകരം നമുക്ക് Q divided by A epsilon 0 epsilon R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q divided by A epsilon 0 minus Q dash divided by A epsilon 0 ഇത് കൊടുക്കാം. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ that is Q divided by A epsilon 0 equal to നെഗറ്റീവ് ഈ ടേമിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. Then it can be written as Q divided by A epsilon 0 epsilon R plus Q dash divided by A epsilon 0 ഈ രീതിയിൽ വരും. ഇനി നമ്മൾ കോമൺ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ ഒരു കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ അതിനകത്ത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് Q by A equal to epsilon 0 into Q divided by A epsilon 0 epsilon R plus Q dash divided by epsilon 0. No, I mean A. Q dash by A epsilon 0 എന്നായിരുന്നു. epsilon 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ epsilon 0 ക്യാൻസൽ ആയിപ്പോയി. ഇവിടുത്തെ ക്യാൻസൽ ചെയ്തിട്ട് അത് അവിടെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. This is Q dash by A epsilon 0. ഈ Q dash by epsilon 0, it is Q dash is actually the induced surface charge per unit area. Q dash by A എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റി ഇൻഡ്യൂസ്ഡ് സർഫസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് പോളറൈസേഷൻ P, ക്യാപിറ്റൽ P ആണ്, ഇലക്ട്രിക് പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് സർഫസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, ഇനി ഈ Q by A epsilon 0 epsilon R എന്ന് പറയുന്ന E ആണ്. സോ what we can do here is what is Q by area? Q by area എന്ന് പറയുന്നത് D ആണ്.
equal to epsilon 0 into ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി എന്താണത് ഇ പ്ലസ് പി. ഡി ഈക്വൽ ടു ഇ പ്ലസ് പി. ഡി എന്താണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ്, ഇ is electric field, p is the electric polarization. Okay, so this is the expression connecting these three quantities. ഇനി ഫ്രീ സ്പേസിലാകുമ്പോൾ ഇൻ ഫ്രീ സ്പേസ് പോളറൈസേഷൻ ഒന്നുമില്ല. ഡയലക്ട്രിക് വയ്ക്കുമ്പോഴല്ലേ പോളറൈസേഷൻ ഉള്ളൂ. അപ്പൊ പി സീറോ ആയിരിക്കും. അപ്പോ ഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച എപ്സിലോൺ 0 ഇ എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി മാത്രമായിട്ട് ചുരുങ്ങും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും ഇപ്പൊ നമുക്ക് ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ കിട്ടി, നേരത്തെ ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി കിട്ടി. സോറി, ഇറ്റ് ഇസ് നോട്ട് എപ്സിലോൺ 0 ഇ, ഇസ് എപ്സിലോൺ ഇ. ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എന്താ ചെയ്യുക? എപ്സിലോൺ ഇ ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി. ഓക്കെ, എപ്സിലോൺ ഇ ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു വിൽ ഗെറ്റ് ഈസ് പി ഈക്വൽ ടു എപ്സിലോൺ ഇ മൈനസ് എപ്സിലോൺ 0 ഇ. ബട്ട് വാട്ട് ഈസ് എപ്സിലോൺ? എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്നത് എപ്സിലോൺ ആർ ആണ്. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് വരും. സോ വി ക്യാൻ റൈറ്റ് എപ്സിലോൺ ആർ എപ്സിലോൺ 0 ഇ മൈനസ് എപ്സിലോൺ 0 ഇ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് we can take epsilon 0 e outside. This become epsilon r minus 1. So p is equal to epsilon 0 e into epsilon r minus 1. So epsilon r minus 1 is equal to p divided by epsilon 0 e. ഈ epsilon r minus 1 ഇതിനെയാണ് നമ്മൾ susceptibility chi, that is equal to p polarization divided by epsilon 0 times e എന്ന് കിട്ടുന്നു. It's a relation connecting susceptibility and dielectric polarization. Next topic for us to learn is the sources of polarization. ഒരു dielectric material എന്തെല്ലാമാണ് polarization sources? There are three types of polarization or three sources of polarization. First one is electronic polarization, second one is ionic polarization, and the third one is orientational polarization. നമുക്ക് ആദ്യം തന്നെ പഠിക്കേണ്ടത് ഇലക്ട്രോണിക് പോളറൈസേഷൻ ആണ്. Electronic polarization. ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജുമാണ്. അപ്പൊ സാധാരണ ഒരു മെറ്റീരിയലില് ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വെൻ യു അപ്ലൈ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോണുകളിൽ ഒരു ചാർജ് അനുഭവപ്പെടുന്നു. അത് ഒരു ഡയറക്ഷനിലായിരിക്കും. ന്യൂക്ലിയസ് പോസിറ്റീവ് ആണ്. അപ്പൊ ന്യൂക്ലിയസിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസ് നേരത്തെ പറഞ്ഞ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇലക്ട്രോൺസ് വിൽ ഗെറ്റ് എക്സ്പീരിയൻസ് എ കുളും ഫോഴ്സ് ഓർ ലോറൻസ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. And the nucleus, the positive charge nucleus also will experience a force due to the applied electric field. So due to this, there will be a small separation between them. If you check the molecule, ഇവിടെ ആയിരിക്കും പ്ലസ്, അതിനു ചുറ്റും ഈക്വൽ ആയിട്ടാണ് നെഗറ്റീവുകളുടെ ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ when we apply, this is electric field is equal to 0. പക്ഷെ when you apply electric field, you know what will happen. ഇതിനകത്ത് ഇലക്ട്രോണുകളുടെ ഓറിയന്റേഷൻ ഇങ്ങനെയും ന്യൂക്ലിയസുകളുടെ ഓറിയന്റേഷൻ ഈ രീതിയിൽ. ഇപ്പൊ നമുക്കത് എക്സാക്ട് സെന്ററിൽ നിന്ന് മാറി. ഈ നോട്ട് ഈക്വൽ ടു 0 സിറ്റുവേഷനിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഒറിജിനൽ ഡിസ്റ്റൻസിൽ നിന്ന് ഇപ്പൊ നേരത്തെ നേരത്തെ ന്യൂക്ലിയസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇത് ഒരു എക്സ് ഡിസ്റ്റൻസ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. There is a shifting between the charges. അപ്പൊ എത്രയാണ് ഇതിനകത്തുള്ള കുളും ഫോഴ്സ്? സോ we have to find an expression for this electronic polarization. Electronic polarization നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിനുവേണ്ടി the Coulomb force experienced, the Coulomb force എത്രയാണ്? ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് Z into E ആണ്.
ഓക്കെ. അപ്പൊ എത്ര ചാർജ് ആണ് ഈ ഒരു സ്പിയറിനകത്ത് എൻക്ലോസ് ചെയ്യപ്പെടുന്നത്? ടോട്ടൽ ഏരിയയിൽ എത്രയുണ്ട്? സോ ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ഓഫ് ദ എക്സ് എന്ന റേഡിയസ് ഉള്ള, ഇഫ് യു കൺസിഡർ എ സ്മോൾ സ്പിയർ, അത്രയും ഒരു എക്സ് ഡിസ്റ്റൻസ് അത് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയാം. സോ ദർ ഫോർ ഇസഡ് ഈസ് ദ ചാർജ്, ടോട്ടൽ ചാർജ് ആണ്. ചാർജ് എൻക്ലോസ്ഡ് in the sphere of radius x. നേരത്തെ അതിനുണ്ടായിരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നെങ്കിൽ ഇവർ തമ്മിൽ ഒരു എക്സ് ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു സ്പിയറിനകത്ത് എത്ര ചാർജ് ഉണ്ട്? ഇസഡ് ഇൻറ്റു ഇ ഇൻറ്റു what is actually the equation for we know that the Coulomb's law equation പഠിച്ചിട്ടില്ല, 1 divided by 4 pi epsilon 0 q1 q2 divided by distance square. ഇതാ, അപ്പൊ ഇവിടെ q1 ആയിട്ടാണ് നമ്മൾ z ഇൻറ്റു ഇ q1, പിന്നെ നമുക്ക് എന്തുണ്ട് ഡിവൈഡ് ബൈ 1/4 pi epsilon 0 അതുണ്ട്, പിന്നെ Q2 വേണം. ആ Q2 ആണ് ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ സ്പിയർ ഓഫ് റേഡിയസ് എക്സ്. എക്സ് റേഡിയസ് ഉള്ള ഒരു സ്പിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടായിട്ടുള്ള ചാർജ്. അപ്പോൾ അതിനെ നമുക്ക് Q2 എന്ന് കൊടുക്കാം. അത് എക്സ് ഡിസ്റ്റൻസ്, ഇനി ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ എക്സ് സ്ക്വയർ, ഇത്രയും വരും. അപ്പൊ Q1 Q2 ബൈ ആർ സ്ക്വയർ. Q1 എന്ന് പറയുന്നത് ZE ആണ്. ഇനി എത്രയാണ് ആ സ്പിയറിനകത്ത് ഉള്ള ചാർജ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ZE എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ZE is the nucleus. ഇതിന് ചുറ്റും ഉണ്ടായിരുന്നത് ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ആണ്. അയാളുടെ ചാർജ് എത്ര തന്നെയായിരുന്നു? -ZE എന്ന് പറയുന്ന ചാർജ് ആണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ചാർജ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ്? ചാർജ് ഡെൻസിറ്റി ഈസ് ഈ ZE ന്യൂക്ലിയസിനകത്താണെങ്കിൽ അതിന് ചുറ്റുള്ള ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. സോ വാട്ട് ഇസ് ഇലക്ട്രോൺ ചാർജ് ഡെൻസിറ്റി? അപ്പൊ ഇലക്ട്രോണിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ZE നെഗറ്റീവ് സൈൻ ഡിവൈഡ് ബൈ വോളിയം, ചാർജ് ഡെൻസിറ്റി ആണ് 4/3 pi r cube. ഓക്കെ, 3 വേണമെങ്കിൽ മുകളിലേക്ക് എടുക്കാം. ദെൻ ഇനി ഇതാണ് ചാർജ് ഡെൻസിറ്റി. പക്ഷെ നമുക്ക് വേണ്ടത് ഈ എക്സ് എന്ന റേഡിയസ് ഉള്ള ഒരു സ്പിയർ എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ് ആണ്. അതിന് എന്താണ് ചെയ്യേണ്ടത്? ചാർജ് എൻക്ലോസ്ഡ് Q2 എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ചാർജ് ഡെൻസിറ്റി. ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എന്ത് വരും? 4/3 pi x ക്യൂബ് ഇൻറ്റു റോ എന്നാണ് വരിക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും? ഒരു മൈനസ് സൈൻ 4/3 pi x ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി റോ. അതിന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 3 മുകളിൽ വരും, 3 ZE ഡിവൈഡ് ബൈ 4 pi റേഡിയസ് ആർ ക്യൂബ്. 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം, 4 ക്യാൻസൽ ചെയ്യാം, pi ക്യാൻസൽ ചെയ്യാം. So what is remaining is negative ZE x cube divided by r cube. ഇതാണ് ഈ എക്സ് റേഡിയസ് ഉള്ള സ്പിയർ എൻക്ലോസ് ചെയ്യുന്ന ചാർജ്. ഒരു തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. അതുകൊണ്ടാണ് കുളം ഫോഴ്സ് Q1 Q2 ബൈ എക്സ് സ്ക്വയർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ആ കുളം ഫോഴ്സിന്റെ ഇക്വേഷനിലേക്ക് തിരിച്ച് ഇവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? കുളം ഫോഴ്സ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 pi epsilon 0 Z into E divided by x square into Q2 എന്നതിന് പകരം ZE x cube divided by r cube. പിന്നെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അതായിട്ട് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതാണ് കുളം ഫോഴ്സ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? നെഗറ്റീവ് Z രണ്ടെണ്ണം ഉണ്ട്, Z സ്ക്വയർ E raised to 2 x cube divided by 4 pi epsilon 0 x square r cube എന്ന് കിട്ടും. എക്സ് ക്യൂബും എക്സ് സ്ക്വയറും, ബാക്കി ഒരു എക്സ് മാത്രമേ മുകളിൽ വരും. ഇതാണ് കുളും നമ്മളിപ്പോ കണ്ടുപിടിച്ച കുളും ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുമ്പോൾ ഈ കുളും ഫോഴ്സ് എന്ന് പറയുന്നത് ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഈക്വൽ ടു F is equal to QE, ഫോഴ്സ് is equal to QE എന്നൊരു ഇക്വേഷൻ ഓൾറെഡി പഠിച്ചു. സോ ഇനി ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ചാർജസ് ഉണ്ടായതും ഈ ഒരു കുളും ഫോഴ്സ് അവിടെ ഉണ്ടായതും. ഓക്കെ, we got the expression for Coulomb force. Coulomb force in equation നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് F is equal to negative Z square E square x divided by 4 pi epsilon 0 r cube. Also F is equal to Q1 into E നമുക്കറിയാം. Q എന്ന് പറയുന്നത് എന്താ? Z E into E ആണ്, Q2 into E.
മൈനസ്. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? സോ വെൻ യു ഇക്വേറ്റ് ദിസ്, we will get negative z square, no, I mean negative z e equal to negative z square e square x divided by 4 pi epsilon 0 r cube. ഒരു z ക്യാൻസൽ ആവുന്നു, നെഗറ്റീവ് ക്യാൻസൽ ആവുന്നു, ഒരു e ക്യാൻസൽ ആവുന്നു. So what you get is e is equal to z e x divided by 4 pi epsilon 0 r cube. You need x, polarization x വേണം, 4 cross multiply 4 pi epsilon 0 r cube e divided by z e. So we got the x value, x ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ് കിട്ടി. ഇത് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്, ഡിസ്റ്റൻസ്. എന്തുകൊണ്ട്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് കാരണം ഉണ്ടാകുന്ന പോളറൈസേഷൻ ആണ്. വി നീഡ് ടു ഫൈൻഡ് ദ ഇലക്ട്രോണിക് പോളറൈസേഷൻ. വാട്ട് ഇസ് എക്സ്പ്രഷൻ ഫോർ പോളറൈസേഷൻ? PE എന്ന് പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോണിക് പോളറൈസേഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും പോളറൈസേഷൻ ഇസ് ചാർജ് ഇൻ ടു ഡിസ്റ്റൻസ്. ഡൈപോൾ മൊമെന്റ്, ഐ മീൻ ഇൻഡ്യൂസ്ഡ് പോളറൈസേഷൻ അല്ലെ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് P is equal to charge into distance. PE is the dipole moment. Small PE stands for electronic polarization കാരണം ഉണ്ടാകുന്ന dipole moment ആണ്. That is Q. The Q and the Q is ZE into distance is X. So that will be ZE. X ന് പകരം എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക്? 4 pi epsilon 0 R cube E divided by ZE. And Z and E cancel out. ബാക്കി വരുന്നത് PE is equal to 4 pi epsilon 0 R cube E എന്നാണ് കിട്ടുന്നത്. So we can write ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസിനെയും കൂടി നമ്മൾക്ക് ഒരു പണി ചെയ്യാം. ഇവിടെ ഈ ക്വാണ്ടിറ്റീസ് ഇതെല്ലാം മാറ്റി ആൽഫ കൊടുക്കാം. So we can write this as PE is equal to alpha into E. PE is equal to alpha into E എന്നാണ് കിട്ടുന്നത്. ആൽഫ എന്ന് പറയുന്നത് 4 pi epsilon 0 R cube എന്നതിന് പകരം കൊടുത്തിട്ടാണ്. അതിനെ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. This is called the electronic polarizability of the material. ഇതുപോലെ തന്നെ രണ്ടാമത്തെ തരം പോളറൈസേഷൻ ആണ് അയോണിക് പോളറൈസേഷൻ. So while considering molecules, there may be an additional polarization. അതായത് നമ്മൾ ഇലക്ട്രോണിക് പോളറൈസേഷൻ പറഞ്ഞതുപോലെ തന്നെ അത് കൂടാതെ മറ്റൊരു പോളറൈസേഷൻ, that is ionic polarization. It is actually due to the relative displacement of atomic components of molecules in the presence of applied electric field. For example, sodium chloride. And sodium chloride നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ that actually constitute Na plus and Cl minus ions ആണ്. So when you apply electric field, sodium and chlorine atoms will get displaced. ഇവർ ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. നേരത്തെ അറ്റത്തിനകത്തെ ഇലക്ട്രോണുകളും ന്യൂക്ലിയസ് ചാർജുകളും തമ്മിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, ഇതങ്ങനെയല്ല. ഇതൊരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മോളിക്യൂളിലെ രണ്ട് ആറ്റവും അത് അയോണുകളാണ്, അയോണിക് ബോണ്ടിങ് ആണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്യൂ ടു ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈ അയോൺസിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന പോളറൈസേഷനെയാണ് അയോണിക് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് PI is the dipole moment due to ionic polarization, that is equal to alpha into alpha I E. ഇതാണ് നേരത്തെ നമ്മൾ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി കാരണം ഉണ്ടാകുന്ന ഡൈപോൾ മൊമെന്റിനെ PE എന്ന് സൂചിപ്പിച്ചു. അത് ആൽഫ ഇ ഇൻറ്റു ഇ എന്നാണ് എഴുതിയത്. ഇത് അയോണിക് പോളറൈസബിലിറ്റി ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ വരുന്ന മൂന്നാമത്തേതാണ് ഓറിയന്റേഷണൽ പോളറൈസബിലിറ്റി എന്ന് വിളിക്കുന്നത്. തേർഡ് ടൈപ്പ് ഓഫ് പോളറൈസബിലിറ്റി ഈസ് ഓറിയന്റേഷണൽ പോളറൈസബിലിറ്റി. This occur only in polar molecules. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പോളാർ മോളിക്യൂൾസ് റീഓറിയന്റേഷൻ നടക്കുന്നു. അതായത് പോളാർ മോളിക്യൂൾസിൽ എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലാത്ത സമയത്ത് അവര് എല്ലാവരും റാൻഡംലി ഓറിയന്റഡ് ആയിരിക്കും. അവർ ഓരോ ആറ്റോ അല്ലെങ്കിൽ ഓരോ മോളിക്യൂൾ എടുത്താൽ സ്വന്തമായി ഡൈപോൾ മൊമെന്റ് ഉണ്ട്. പക്ഷെ ഡ്യൂ ടു റാൻഡം ഓറിയന്റേഷൻ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിരുന്നു. പക്ഷെ when you apply external field, all the dipoles will get aligned in one direction. അപ്പൊ അങ്ങനെ റീഓറിയന്റ് ചെയ്തിട്ട് ഓറിയന്റേഷൻ കാരണം അവർക്ക് ഡൈപോൾ മൊമെന്റ് കിട്ടുന്നു. അതാണ് മൂന്നാമത്തെ തരം what is called polarization. Okay. Next is ferroelectric materials or ferroelectricity.
and ferroelectric polarization. Ferroelectricity is a phenomenon that refers to the state of spontaneous polarization. നമ്മൾ ഫെറോ മാഗ്നറ്റിസം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഫെറോ ഇലക്ട്രിസിറ്റി ഫെറോഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഫെറോഇലക്ട്രിക് മെറ്റീരിയൽ they they exhibit they exhibit the spontaneous polarization even in the absence of external field. External field ഇല്ലെങ്കിലും ഇത്തരം മെറ്റീരിയൽസ് അതിൽ ഓരോ മോളിക്യൂളിനും ഡൈപോൾ മൊമെന്റ് ഉണ്ടാകും. പക്ഷെ സിമിലർ ഡയറക്ഷനുള്ള ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂളുകൾ ഒരു കൂട്ടമായിട്ട് ഒരു ഡൊമൈൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇതിനെ ഫെറോഇലക്ട്രിക് ഡൊമൈൻസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. സോ ദീസ് ഫെറോഇലക്ട്രിക് ഡൊമൈൻസ് they will be there even in the absence of external field. അപ്പൊ എക്സ്റ്റേണൽ ഫീൽഡ് ആബ്സെൻസിലായാലും ഒരേപോലെ സിമിലർ ഡൈപോൾ മൊമെന്റ് കാണിക്കുന്ന മോളിക്യൂൾസ് എല്ലാം ഒരേ ഡയറക്ഷൻ അലൈൻ ചെയ്യപ്പെടുന്നു. അതിനെയാണ് നമ്മൾ ഫെറോഇലക്ട്രിക് ഡൊമൈൻസ് എന്ന് വിളിക്കുന്നത്. ഇത്തരം പ്രോപ്പർട്ടി ഒരു സ്പോണ്ടേനിയസ് പോളറൈസേഷൻ സ്വന്തമായി ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുകയും ഒരുപോലെ ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസ് എല്ലാം ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ഇത്തരം ഒരു പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫെറോഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. സോ ferroelectric materials are those materials which shows spontaneous polarization over a microscopic volume. ഒരു വളരെ ചെറിയ വോളിയം, ഒരു മൈക്രോസ്കോപ്പിക് വോളിയത്തിനകത്ത് ഒരു ഡയറക്ഷനുള്ള സ്പോണ്ടേനിയസ് പോളറൈസേഷൻ കാണിക്കുന്ന മെറ്റീരിയൽസ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്, അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫെറോഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ when we apply external field, ഈ external field അപ്ലൈ ചെയ്താൽ ഈ സ്പോണ്ടേനിയസ് പോളറൈസേഷൻ ഒക്കെ ഡിസപ്പിയർ ആയിട്ട് ഇവരെല്ലാവരും ഒരു കോമൺ ഡയറക്ഷനിൽ അലൈൻ ചെയ്യപ്പെടും. അപ്പോ ആ ഡൊമൈൻ സ്ട്രക്ചർ ഒക്കെ ഡിസപ്പിയർ ചെയ്തിട്ട് ഒരു ജയന്റ് ഡൊമൈൻ ആയിട്ട് യു ക്യാൻ സി രണ്ടാമത്തെ പിക്ചറിൽ യു സി ഓൾ ഡൊമൈൻസ് അലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. അങ്ങനെ സ്ട്രോങ് ഒരു ഫെറോഇലക്ട്രിക് ഒരു മെറ്റീരിയൽ ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇ നോട്ട് ഈക്വൽ ടു സീറോ. ഇവിടെ ഇ ഈക്വൽ ടു സീറോയിലാണ് ഇത്. ഇനി അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഒഴിവാക്കിയാലോ? അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ തിരിച്ച് പഴയ ഡൊമൈൻ സ്ട്രക്ചറിലേക്ക് വരും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് വരണമെന്നില്ല. ആ ഒരു റിലേഷൻ ആണ് ഇത് തൊട്ടിപ്പുറത്ത് കാണിച്ചിട്ടുള്ള ഹിസ്റ്റെറിസിസ് ലൂപ്പ് അവിടെ കാണിച്ചു. യു ക്യാൻ സീ ദ ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഓഫ് എ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽ. So when you apply an accelerated field, what happens? The polarization also increases. സീറോയിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അത് സാച്ചുറേറ്റഡ് ആയിട്ട് മാറും, സാച്ചുറേഷൻ പോളറൈസേഷൻ. പിന്നെ when you decrease the external field to zero, സീറോയിലേക്ക് നമ്മൾ കുറയ്ക്കാമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? അത് ഇൻക്രീസ് ചെയ്ത് അതുപോലെ തന്നെ കുറയുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇറ്റ് ഡിക്രീസസ് ത്രൂ അനദർ പാത്ത്. ഈവൻ എക്സ്റ്റേണൽ ഫീൽഡ് സീറോ ആയിട്ട് കൂടി യു ക്യാൻ സീ ഹിയർ ദാറ്റ് there is some polarization remaining. അവിടെ ബാക്കി കിടക്കുകയാണ്. അത് നമ്മൾ എന്താണ് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് റെസിഡ്യുവൽ പോളറൈസേഷൻ. ഈ റെസിഡ്യുവൽ പോളറൈസേഷൻ സീറോ ആക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അപ്ലൈ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് കോൾഡ് coercive field. So what is coercive field? It is that opposite electric field that has to be applied in order to make the polarization zero. Okay. ഈ ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ഡിപെൻഡന്റ് പാരാമീറ്റർ ആണ്. It changes the shape based on temperature. And at a certain temperature, the ferroelectric property, the ferroelectricity disappears. Ferroelectric materials temperature നമുക്ക് ഒരു പരിധിയിൽ കഴിഞ്ഞ് കൂട്ടാൻ പാടില്ല. And that temperature at which the ferroelectric material, ferroelectric property disappear is called the Curie temperature. Okay, Curie temperature എന്നാണ് അത് വിളിക്കുക. So the relative permittivity is given by C divided by T minus TC. TC is the Curie temperature. There are some materials showing ferroelectric properties. They are basically classified into order disorder group type of ferroelectrics and displacive type of ferroelectrics. Ferroelectrics നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. Order disorder type and displacive type ferroelectrics. In the order disorder class of ferroelectrics, the ferroelectric transition is associated with the individual orbiting or ordering of ions. An example ആണ് potassium dihydrogen phosphate KDP, rubidium hydrogen phosphate. ഇതെല്ലാം displacive group ആണ് എടുക്കുന്നതെങ്കിൽ displacive group of ferroelectrics, the ferroelectric transition is associated with the displacement of
wall sublattice of the ions of one type of relative sublattice of another type. If we're considering the displacive type ferroelectric, the ferroelectric transition is associated with the displacement of a wall sublattice of ions of one type relative to the sublattice of another type. Okay. ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ്. ദേ ആർ മെറ്റീരിയൽസ് വിച്ച് ഷോ spontaneous polarization in microscopic volumes, but when we apply external field, these ferroelectric properties or the domain structure disappear, and that act as a giant domain. And you can see the hysteresis loop also, that also we discussed. Okay, so these are some facts that we need to learn about what is called dielectric. Okay, so dielectric, we learned about dielectric materials and the various properties of dielectric materials. Okay, students, thank you.